ജപ്പാൻകാരുടെ ഇടയിൽ വളരെ പ്രചാരത്തിലുള്ള ഒരാശയമാണ് ഇക്കിഗായ് എന്ന് പറയുന്നത്. ഒരു ജാപ്പനീസ് വാക്കാണ് ഇക്കിഗായ്. എന്താണ് ഇക്കിഗായ് എന്ന വാക്കിൻ്റെ അർത്ഥം? ഒരാളുടെ ജീവിത ലക്ഷ്യം അഥവാ ആ ജീവിത ലക്ഷ്യം നേടുവാനായിട്ട് ഒരാൾ സന്തോഷത്തോടു കൂടി വ്യാപരിക്കുന്നു. അതാണ് ഇക്കിഗായ്. പ്രത്യേകിച്ച് ജപ്പാനിലെ ഒക്കിനോവ എന്ന് പറയുന്ന ദ്വീപ സമൂഹത്തിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള സ്ഥലമാണ് ഒക്കിനോവ എന്ന് പറയുന്ന ദ്വീപ സമൂഹം. 100,000 ഏകദേശം 24 പേരോളം 100 വയസ്സിനും മേലെയുള്ളവരാണ് അവിടെ ജീവിച്ചിരിക്കുന്നവർ. അവിടെ നടത്തിയ ഒരു സ്റ്റഡിയിൽ പഠനത്തിൽ കണ്ടെത്തിയത് അവരുടെ ഈ ദീർഘായുസ്സിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് ഈ ഇക്കിഗായ് എന്നുള്ളതാണ്. ഒരു ജീവിത ലക്ഷ്യമുണ്ട് എന്നുള്ളതും ആ ജീവിത ലക്ഷ്യം നേടുവാനായിട്ട് അവരിങ്ങനെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതുമാണ്. ഒരാളുടെ ജീവിത ലക്ഷ്യമാണ്, അല്ലെങ്കിൽ ആ ജീവിത ലക്ഷ്യത്തിൻ്റെ സാക്ഷാത്കാരത്തിനായിട്ടുള്ള ഒരു അഭിനിവേശമാണ് ഏതൊരാളെയും ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അത് വിക്ടർ ഫ്രാങ്ക്ലിൻ അദ്ദേഹത്തിൻ്റെ കോൺസെൻട്രേഷൻ ക്യാമ്പിലെ അനുഭവത്തിൽ പറയുന്നൊരു കാര്യം പ്രകാരമാണ്. ജർമ്മനിയിലെ കോൺസെൻട്രേഷൻ ക്യാമ്പിലെ കഠിനമായ പീഡകൾ അതിനെ അതിജീവിച്ചുകൊണ്ട് പുറത്തു വന്നവരിൽ എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു കോമൺ ആറ്റിറ്റ്യൂഡ്, ഒരു മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, തങ്ങൾ പുറത്തു വന്നതിന് ശേഷവും മറ്റെന്തോ കാര്യങ്ങൾ തങ്ങൾക്ക് ചെയ്തു തീർക്കാനുണ്ട് എന്നുള്ള അമിതമായിട്ടുള്ള ആ ഒരു ആവേശമാണ് അവരെ ജീവിക്കാനായിട്ട് പ്രേരിപ്പിച്ചത് എന്നാണ്. അപ്പോൾ നമ്മളെയൊക്കെ ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളിലൊന്ന് നമുക്ക് എന്തോ ചെയ്തു തീർക്കാനുണ്ട് എന്നുള്ളൊരാഗ്രഹവും അത് ചെയ്തു തീർക്കണമെന്നുള്ള ഒരു വാശിയും ഒരു അഭിനിവേശവുമൊക്കെയാണ്. ഇപ്പോൾ ഇക്കിഗായ് എന്ന് പറയുന്ന ഈ കാര്യത്തിന് 10 സ്റ്റെപ്പുകളാണ് ജപ്പാൻകാർ പറയുന്നത്. 10 സ്റ്റെപ്പുകൾ. അതായത് സജീവമായിട്ട് ജീവിക്കാനായിട്ട്, അല്ലെങ്കിൽ കുറേ കൂടി ഊർജ്ജസ്വലമായിട്ട് ജീവിക്കാനായിട്ട്, സന്തോഷത്തോടുകൂടി ജീവിക്കാനായിട്ട്, ജീവിത ലക്ഷ്യമാകുന്ന ഇക്കിഗായ് നേടിയെടുക്കാനായിട്ട് 10 കാര്യങ്ങൾ, 10 സ്റ്റെപ്പുകൾ. ഒന്നാമതായിട്ട് ജപ്പാൻകാർ പറയുന്നതാണ് യു ഹാവ് ടു ബി ആക്റ്റീവ്. എപ്പോഴും സജീവമായിരിക്കുക, ഊർജ്ജസ്വലമായിരിക്കുക. നമുക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് ജപ്പാൻകാർ പറയുന്നത്. പ്രത്യേകിച്ച് അവർ പറയുന്നത് നമ്മുടെ വിരലുകൾ എപ്പോഴും അനക്കിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രായമായ സ്ത്രീകൾ എപ്പോഴും പ്രായമാകും തോറും അവരുടെ വിരലുകൾ ആക്റ്റീവായിട്ട് നിലനിർത്തും. അവർ തുന്നൽ പണികൾ ചെയ്യുന്നു, മരം വെട്ടുകയോ വിറക് ശേഖരിക്കുകയോ ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ വിരലുകൾ കൊണ്ട് ചിത്രപ്പണികൾ ചെയ്യുന്നു. ഇത് എപ്പോഴും നമ്മുടെ ആക്റ്റീവായിട്ട് നിർത്തുക എന്നുള്ളതും ഊർജ്ജസ്വലമായിട്ട് നിൽക്കുക എന്നുള്ളതും ഈ ഇക്കിഗായിനെ നേടിയെടുക്കാനായിട്ട്, ജീവിത ലക്ഷ്യത്തെ നേടിയെടുക്കാനായിട്ട് സഹായിക്കും. സൺഡേ സിൻഡ്രോം എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട്. അതിത്രയേ ഉള്ളൂ. ഒരാഴ്ചയിൽ 6 ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഞായറാഴ്ച അനുഭവപ്പെടുന്ന ഒരു ശൂന്യതയാണ്. ഒന്നും ചെയ്യാനില്ല. കാരണം ആഴ്ചയിൽ 6 ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വർക്കഹോളിക്കാണ്. ഞായറാഴ്ച വരുമ്പോൾ വളരെ ഫ്രീ ആണ്, ഒന്നും ചെയ്യാനില്ല, താൻ വെറും ശൂന്യനായി പോകുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയാണ് ഈ സൺഡേ സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു അപകടത്തിൽ ചെന്ന് ചാടാനായിട്ടുള്ള ഒരവസ്ഥ അല്ലെങ്കിൽ സാധ്യത എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ ജപ്പാൻകാർ പറയുന്നത് നിങ്ങൾ എപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കുക, വൈബ്രൻ്റ് ആയിട്ടിരിക്കുക, എപ്പോഴും എന്തെങ്കിലും കുട്ടികളെപ്പോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഇക്കിഗായുടെ ആയിട്ട് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ സാവകാശം ചെയ്യുക എന്നുള്ളതാണ്. സാവകാശം ചെയ്യുക, അതായത് തിരക്ക് പിടിച്ചു പോകേണ്ട കാര്യമില്ല, ധൃതി പിടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താണോ ചെയ്യാനുള്ളത് അത് കുറേയും കൂടിയും ഒരല്പം സ്ലോവലി. നമ്മുടെ നാട്ടിലും കാരണന്മാർ പറയും പയ്യെ തിന്ന പനയും തിന്നാം എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണോ അത് പയ്യെ പയ്യെ ചെയ്യുക. അത് വീണ്ടും ഒരു ആഫ്രിക്കൻ പഴമൊഴിയുണ്ട്, ഇഫ് യു വാണ്ട് ടു ഗോ ലോങ് യു ഹാവ് ടു വാക്ക് സ്ലോവലി. നിനക്ക് ഒരുപാട് ദൂരം പോകാനുണ്ടെങ്കിൽ നീ സാവകാശം നടക്കുക. അപ്പോൾ ജപ്പാൻകാരും പറയുന്ന ആശയം തന്നെയാണ്, ചെയ്യേണ്ട കാര്യങ്ങൾ കുറച്ചും കൂടിയൊക്കെ സാവകാശത്തിൽ ചെയ്യാനായിട്ട് പഠിക്കുക. മൂന്നാമത്തത് ജപ്പാൻകാർ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു ആശയം എന്ന് പറയുന്നത് ഇക്കിഗായുടെ തന്നെ ഭാഗമായിട്ട് പറയുന്നത് ഒരു ഹരേ കച്ചിബു എന്നുള്ള വാക്കാണ്. ഹരേ കച്ചിബു എന്താണ് ഈ ഹരേ കച്ചിബു? അവർ പറയുന്നത് ഒരു ഹാഫ് വയർ മാത്രം ഭക്ഷിക്കുക, അരവയർ സിദ്ധാന്തം എന്നൊക്കെ പറയും. നിങ്ങൾക്ക് ഭക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ വിശക്കുമ്പോൾ നിങ്ങൾ ഭക്ഷിക്കുമ്പോൾ ആർത്തി കാണിച്ച് ഒരുപാട് വെട്ടി വിഴുങ്ങി കഴിക്കരുത്. ഒരു അരവയർ കഴിക്കുക. അവർ പറയുന്നത് വയറിൻ്റെ 80% വരെ നിങ്ങൾക്ക് മാക്സിമം ഫില്ലാക്കാം.
20% ബാലൻസ് നിർത്തണം. പലപ്പോഴും നമ്മുടെയൊക്കെ ഒരു നാട്ടിലെ കൾച്ചർ അനുസരിച്ച് ഈ ആർത്തി കൂടി കഴിക്കുക എന്നൊരു സ്റ്റൈലാണ്. ഒരു വിവാഹത്തിനോ അല്ലെങ്കിൽ ഒരു ആഘോഷത്തിനോ അല്ലെങ്കിൽ ഒരു വിരുന്നിനോ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കൊക്കെ പോകുമ്പോൾ കഴിക്കാവുന്നതിൻ്റെ മാക്സിമം കഴിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഒരു ശൈലി. ജപ്പാൻകാർ പറയുക ഒരു അരവയർ സിദ്ധാന്തം, ഹരേ കച്ചിബു, അത് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് മാറ്റുക എന്നുള്ളത് ഈ പറയുന്ന സന്തോഷകരമായ ഒരു ജീവിതക്രമത്തിനും ഒരു ദീർഘായുസിനും നമ്മളെ ഒത്തിരി സഹായിക്കും എന്നുള്ളതാണ്. അടുത്തതായിട്ട് അവർ പറയുന്ന മൂന്നാമത്തെ കാര്യം ഇത്രയേ ഉള്ളൂ: നിങ്ങൾക്ക് എപ്പോഴും നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. നല്ല സൗഹൃദങ്ങൾ, അത് ഈ നല്ല സൗഹൃദങ്ങൾ അവർ പറയുന്നത് അത് നമ്മുടെ ആയുസ് കൂട്ടും. ഒപ്പം തന്നെ നമ്മൾ തുടക്കം പറഞ്ഞാൽ നമ്മളെപ്പോഴും വൈബ്രൻ്റായിട്ട് ഇരിക്കാനായിട്ട് ഒത്തിരി സഹായിക്കും എന്നുള്ളതാണ്. ഈശോയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ്. ഈശോ എപ്പോഴും ഒരു സൗഹൃദ വലയത്തിൻ്റെ ഉള്ളിൽ ജീവിച്ച മനുഷ്യനാണ്. ഈശോയ്ക്ക് ഏറ്റവും അടുത്ത കൂട്ടുകാരായിട്ട് നമ്മൾ കണക്കാക്കുന്ന പത്രോസ് ഉണ്ട്, യാക്കോബ് ഉണ്ട്, യോഹന്നാനുണ്ട്. അതിന് പുറമെ 12 ശിഷ്യന്മാരുടെ ഒരു സർക്കിളുണ്ട്. അതിന് പുറമെ ഒരു 72 പേരുടെ ഒരു ശിക്ഷ സമൂഹമുണ്ട്. അതിന് പുറമെ ഒരു വലിയ ജനക്കൂട്ടം ഈശോ എപ്പോഴും ഫോളോ ചെയ്തതായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ജനക്കൂട്ടം അല്ലെങ്കിൽ ഒരു സൗഹൃദ വലയം നമ്മളെ വൈബ്രൻ്റായിട്ട് നിർത്തുമെന്നാണ് പറയുന്നത്. അത് ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ചൊക്കെ പറയുന്നത് അദ്ദേഹം ഒരു 80-കളിൽ പിന്നിട്ടൊരു മനുഷ്യനാണെങ്കിൽ പോലും ഈ ജനക്കൂട്ടത്തെ കാണുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്നൊരു പോസിറ്റീവ് എനർജി, ഒരു വൈബ്രേഷൻ. അപ്പോൾ ജപ്പാൻകാർ പറയുക നമുക്ക് ചുറ്റും എപ്പോഴും ഒരു സുഹൃത്ത് വലയം ഉണ്ടാകണം. ആ സുഹൃത്ത് വലയമാണ് നമ്മുടെ ലൈഫിനെ കുറേയും കൂടിയും പ്രൊലോങ് ചെയ്യിക്കുക, കുറേയും കൂടിയും ആക്റ്റീവായിട്ട് നിർത്താനായിട്ട് സഹായിക്കുക. അതിന് തുടർച്ചയായിട്ട് അവർ പറയുന്ന 4ാമത്തെ കാര്യമാണ് ചിരിക്കാനായിട്ട് പഠിക്കുക. ചിരിക്കുക, നമ്മളെപ്പോഴും ഒരു ഹാപ്പി മൂഡിൽ ജീവിക്കുക എന്നുള്ളത് നമ്മുടെ ലൈഫിന് വളരെ പോസിറ്റീവ് എനർജി നൽകുന്നു. മാത്രമല്ല അത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കും കൂടിയും ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി, ഒരു വൈബ്രേഷൻ പ്രസരിപ്പിക്കാനായിട്ട് നമുക്ക് പറ്റുമെന്ന്. അതുകൊണ്ട് തന്നെ ഈ ഒക്കിനോവ എന്ന് പറയുന്ന ആ ദ്വീപിൽ അവർ ഇങ്ങനെ ഒരു ചിരി ക്ലബ്ബുകൾ എന്ന് പറയുന്ന ചില സമൂഹങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വന്ന് ആരംഭിച്ചിട്ടുണ്ട് ചിരി ക്ലബ്ബുകൾ. അവർ കൂട്ടം കൂടിയിരിക്കുന്നു, തമാശകൾ പറയുന്നു, ചിരിക്കുന്നു, അട്ടഹസിക്കുന്നു, അവർ തിരിച്ചു പോകുന്നു. അപ്പം അത് ഒരു ആരോഗ്യകരമായ ഒരു ലൈഫ് സ്റ്റൈലിന് ഈ ചിരി ഒത്തിരി സഹായിക്കും എന്നാണ് പറയുന്നത്. 5ാമതായിട്ട് അവർ പറയുന്ന കാര്യം പ്രത്യേകിച്ച് ഇതാണ്: നിങ്ങളെപ്പോഴും നിങ്ങളുടെ അടുത്ത ബർത്ത്ഡേക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക, അടുത്ത ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അതെങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? ഓരോ ജന്മദിനം നിങ്ങൾ ആഘോഷിക്കുമ്പോഴും പൂർത്തിയാകാനായിട്ട് ചെയ്തു തീർക്കേണ്ടതായിട്ടൊരു കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. ആ ജന്മദിനമാകുമ്പോഴേക്കും ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവണം, ചെയ്ത് പൂർത്തീകരിച്ചിട്ടുണ്ടായിരിക്കണം. അതാണ് ജപ്പാൻകാർ പറയുന്ന മറ്റൊരു ആശയം. കാരണം നമുക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യുക ഉണ്ടാവുക ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എൻ്റെ ഓരോ ജന്മദിനം വരുമ്പോഴും ഞാൻ കുറേ കൂടി റിഫ്രഷ് ആവുകയാണ്. കാരണം എന്താ? കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്, ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ചെയ്ത് പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ ഓരോ ജന്മദിനത്തിനും എനിക്ക് ചെയ്യാനായിട്ട് പുതിയതായിട്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക എന്നതും കൂടിയും പ്രധാനപ്പെട്ടതാണ്. അപ്പം ഇത് ഒരു ജീവിത ശൈലിയുടെ ഭാഗമാണ്. ഇതാണ് കുറേയും കൂടി ഒരു വൈബ്രൻ്റായിട്ടും ആക്റ്റീവായിട്ടും ജീവിക്കാനായിട്ട് ഒരു മനുഷ്യനെ പ്രേരിപ്പിക്കണേ എന്നാണ് ജപ്പാൻകാർ പറയുന്നത്. അടുത്തായിട്ട് പറയുന്ന കാര്യം ഇതാണ്: നമ്മളെപ്പോഴും ലൈഫിൽ കുറേയും കൂടി ഒരു പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുന്ന ഒരു രീതി ഉണ്ടാക്കാനായിട്ട് പറയുകയാണ്. അതായത് പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന ഒരു ആശയമുണ്ട്: ദ 5th ഗോസ്പൽ ഈസ് ദ നേച്ചർ ഇറ്റ് സെൽഫ്. പ്രകൃതിയാണ് 5ാമത്തെ സുവിശേഷം എന്ന് പറയും. നമ്മുടെ ജീവിത ശൈലി കുറേയും കൂടിയും ഈ പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിൽ ഒന്ന് കെട്ടിപ്പൊക്കാനൊക്കെ ആയിട്ട് പറ്റുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെപ്പോഴും നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു വലിയ കോൺക്രീറ്റ് കെട്ടിടത്തിൻ്റെ ഉള്ളിൽ ജീവിക്കുന്നു, മുറ്റം നിറയെ ടൈൽസ് ഇട്ട് വെച്ച് കൂട്ടുന്നു, ഒരു മഴവെള്ളം പോലും അല്ലെങ്കിൽ ഒരു ചെടി പോലും ഉയർന്നു വരാത്ത രീതിയിൽ നമ്മൾ ഇങ്ങനെ കെട്ടിമറച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ പ്രകൃതിയിൽ നിന്നും അകന്ന് ജീവിക്കുന്ന ഒരു ശൈലി അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഇടയിലേക്ക് കയറി വരുന്നുണ്ട്. പക്ഷെ ജപ്പാൻകാർ പറയാണ്, നിങ്ങൾ പറ്റുകയാണെങ്കിൽ ചെരുപ്പിടാതെ ഭൂമിയിലൂടെ നടക്കണം, തറയിലൂടെ നടക്കണം. കാരണം അത്രയും ഒരു പ്രകൃതി നൽകുന്ന ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾ സ്വീകരിക്കണം. ഇടയ്ക്ക് പോയി കാട്ടിലൂടെയും അതല്ലെങ്കിൽ ഒരു അല്പം വൃക്ഷങ്ങളൊക്കെ പടർന്ന് പന്തിച്ച് നിൽക്കുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് ഒന്ന് ശ്വസിക്കാനായിട്ടും കാഴ്ചകൾ കാണാനായിട്ടൊക്കെ ഒന്ന് പഠിക്കണം. കാരണം ആ പ്രകൃതി തന്നെ നമ്മളെ ഒരുപാട് പഠിപ്പിക്കുന്നുണ്ടെന്നാണ് ഈ പറയുന്ന ജപ്പാൻകാർ പറയുന്നത്. ഈ പ്രകൃതിയിൽ നിന്നും വരുന്ന ഒരു പോസിറ്റീവ് എനർജി സ്വീകരിക്കുക, അങ്ങനെ ജീവിതം മുന്നോട്ട് പോകാനായിട്ട് പറയുക. അടുത്തതായിട്ട് അവർ പറയുന്ന കാര്യം ഇതാണ്: നന്ദി പ്രകാശിപ്പിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ.
അത് ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വളർത്തിയവരോട് അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പേരോട് കടപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ആ കടപ്പാടുള്ളവരോട് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു ശൈലി. അതിൻ്റെ മറ്റൊരു വശം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, പരാതി പറയാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു ജീവിത ശൈലി ഉണ്ടാക്കിയെടുക്കണമെന്നാണ് ജപ്പാൻകാർ പറയണത്. നമുക്ക് എപ്പോഴും പരാതിയാണ്, അത് ശരിയായില്ല, ഇത് ശരിയായില്ല, അത് തന്നില്ല, അല്ലെങ്കിൽ ഇത് ചോദിച്ചില്ല, ഇത് പറഞ്ഞില്ല, കിട്ടിയത് പോരാ. അത് മാറ്റിക്കളയുക. ആ ഒരു പരാതി പറയുന്ന ഒരു ജീവിത ശൈലി മാറ്റിക്കളഞ്ഞിട്ട് കുറേയും കൂടിയും ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പ്രകാശിപ്പിക്കുന്ന, കിട്ടിയല്ലോ, തന്നല്ലോ, ഇത്രയെങ്കിലും നൽകിയല്ലോ എന്നൊക്കെ പറയുന്ന ഒരു ജീവിത ശൈലി വളർത്തിയെടുക്കാനായിട്ട് പറ്റുകയാണ്. അത് ഉണ്ടാക്കിയെടുക്കും തോറും കുറേയും കൂടിയും ജീവിതത്തെ പോസിറ്റീവായിട്ട് കാണാനായിട്ട് പറ്റുകയും കുറേയും കൂടിയും സന്തോഷപ്രദമായിട്ട് നമ്മളുമായിട്ട് വ്യാപരിക്കുന്നവർക്ക് ഒരു പോസിറ്റീവ് എനർജി കൊടുക്കാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ ഒരു പ്രശ്നം എപ്പോഴും ഒരു നെഗറ്റീവായിരിക്കും. ഏത് പോരാ, ശരിയായില്ല എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മൾ മറ്റുള്ളവരെ കുറ്റം വിധിക്കാനായിട്ട് ശ്രമിക്കും. അടുത്തായിട്ട് ജപ്പാൻകാർ പറയുന്നതാണ് ഇന്നിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഇന്നിൽ ജീവിക്കുക, അതായത് നമ്മളെപ്പോഴും ഒന്നല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് ഉള്ള ഒരു എന്താ പറയുക സങ്കടത്തിലോ ദുഃഖത്തിലൊക്കെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുക. അതല്ലെങ്കിൽ വരാനിരിക്കുന്ന കാലങ്ങളെക്കുറിച്ചുള്ള ഒരു ഉത്കണ്ഠയും ആകുലതയുമാണ്. ജപ്പാൻകാർ പറയാ ജസ്റ്റ് ലിവ് ഇൻ ദ പ്രസൻറ്റ്, ജസ്റ്റ് ലിവ് ഇൻ ദ പ്രസൻറ്റ്, ഇന്നിൽ ജീവിക്കുക. അതൊരു ഫിലോസഫി പറയുന്ന പോലെ ഐ ഹാവ് നോ റിഗ്രറ്റ് അബൌട്ട് മൈ പാസ്റ്റ്, ഐ എം നോട്ട് ആൻഷ്യസ് അബൌട്ട് മൈ ഫ്യൂച്ചർ, ബട്ട് ഐ ജസ്റ്റ് ലിവ് ഇൻ ദ പ്രസൻറ്റ്. നമ്മൾ ഇന്നിൽ ജീവിക്കുക. നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടായിരിക്കാം നമ്മളെല്ലാവരും നമ്മുടെ സമയത്തിൻ്റെ ഭൂരിഭാഗവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ എനിക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു, എന്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വശക്കേടാകുകയാണ്. പിന്നെ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇനി എന്താവാവോ, എങ്ങനെയാവാവോ, എന്ത് ചെയ്യാൻ പറ്റിയാകാം എന്നൊക്കെ ചിന്തിച്ച് സമയം കളയാം. പക്ഷേ ഒരു പ്രസൻറ്റ് ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് എന്തുകൊണ്ടോ നമ്മൾ മറന്നു പോകുന്നു. നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഒരു ഇന്നിൽ ജീവിക്കുക എന്ന് പറയുന്ന ആ ഒരു മെൻറ്റാലിറ്റി വളർത്തിയെടുക്കാനായിട്ടും ഞാൻ ആയിരിക്കുന്ന സമൂഹത്തിൽ കഴിഞ്ഞു പോയ കാര്യത്തിൽ എനിക്ക് കുറവുകൾ പറ്റിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് ഒരുപാട് ആകുലതകളുണ്ടായിരിക്കാം. പക്ഷെ അതിനേക്കാളും ഉപരിയായിട്ട് ഞാൻ ലിവ് ഇൻ ദ പ്രസൻറ്റ്, ഇന്നിലായിരിക്കുക, ഇന്നിൽ ജീവിക്കുക, ഇന്നിനെ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. അവസാനമായിട്ട് അവർ പറയുന്ന കാര്യമാണ് യു ഹാവ് ടു ഫോളോ യുവർ ഇക്കിഗായ് ഓൾവേസ്. നിങ്ങൾ നിങ്ങളുടെ ഈ ഇക്കിഗായ് എന്ന് പറയുന്ന ആ ഒരു ജീവിത ലക്ഷ്യത്തെ എല്ലായ്പ്പോഴും ഫോളോ ചെയ്യണമെന്നാണ് പറയുന്നത്. കാരണം അത് പെട്ടെന്ന് നേടിയെടുക്കാവുന്ന ഒരു ജീവിത ലക്ഷ്യമായിരിക്കരുത് നിങ്ങളുടെ അൾട്ടിമേറ്റ് എയിം. അങ്ങനെ ആയിക്കഴിയുമ്പോൾ അത് നേടിയെടുത്ത് കഴിയുമ്പോൾ പിന്നെ ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയാണ്. നേരത്തെ പറഞ്ഞ പോലെ സൺഡേ സിൻഡ്രോം എന്ന് പറഞ്ഞ പോലെ ഡെസ്റ്റിനേഷൻ സിൻഡ്രോം എന്ന് പറയുന്നൊരു ചിന്തയും കൂടിയുണ്ട്. അതായത് ഒരുപാട് ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നു, ആ ലക്ഷ്യത്തിന് വേണ്ടി ഒരുപാട് അധ്വാനിക്കുന്നു, അത് നേടിയെടുത്ത് കഴിയുമ്പോൾ അയാൾ അനുഭവിക്കുന്ന ഒരു ശൂന്യത. അതല്ല ഇക്കിഗായ്. ഇക്കിഗായ് എന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ട് നേടിയെടുക്കേണ്ട ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവുക എന്നുള്ളതാണ്. ആ ഒരു ഇക്കിഗായിനെ എപ്പോഴും ഫോളോ ചെയ്യുക എന്നുള്ളതാണ് വളരെ ആക്റ്റീവായിട്ട് നിങ്ങളുടെ ജീവിതത്തെ നിലനിർത്താനായിട്ട് നിങ്ങളെ സഹായിക്കുക എന്നാണ് അവസാനമായിട്ട് ഇവർ പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ലക്ഷ്യം എപ്പോഴും ഉണ്ടാവുക പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ലക്ഷ്യത്തിന് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് എല്ലായ്പ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല. നേരെ മറിച്ച് ആ റിസൾട്ട് ഉണ്ടാകുവാനായിട്ട് നമ്മളൊരു കൺസിസ്റ്റൻസി ജീവിതത്തിൽ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലൊക്കെ 2 ചെറുപ്പക്കാർ അമേരിക്കയിൽ ജീവിച്ചിരുന്നു. അവരുടെ പേര് ജോ ഷുട്സ്നർ ജെറി സെനഗൽ എന്നുമാണ്. ഈ ജോയുടെയും ജെറിയുടെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് അന്നത്തെ കാലഘട്ടത്തിൽ അവർ വളരെ ദരിദ്ര കുടുംബത്തിൽ നിന്നാണ്, ജീവിക്കാനായിട്ട് മറ്റ് മാർഗ്ഗങ്ങളില്ല എന്നുള്ളത് കൊണ്ട് അവർ കൊച്ചു കോമിക്കുകൾ എഴുതി ജീവിക്കാനായിട്ട് തീരുമാനിക്കുന്നു. അതിലൊരുത്തൻ നന്നായിട്ട് വരയ്ക്കുന്ന ആളായിരുന്നു. അവരിങ്ങനെ കൊച്ചു കൊച്ചു കോമിക് കഥാപാത്രങ്ങളെ വരയ്ക്കുന്നു, അവരതിനനുസരിച്ച് ഡയലോഗ് എഴുതുന്നു. പക്ഷെ എന്ത് പറയുന്നു, ഇവർ ഈ പറയുന്ന ഈ കോമിക്കുകൾ ഇവർ ഇങ്ങനെ ചില പബ്ലിഷേഴ്സിൻ്റെ അടുത്തൊക്കെ കൊണ്ടു ചെന്നിട്ടും വേണ്ടത്ര രീതിയിൽ ഒരു അക്സെപ്റ്റൻസ് ഇവർക്ക് കിട്ടുന്നില്ല. ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഈ കോമിക്ക് കുറച്ചും കൂടിയൊക്കെ ജനപ്രീതി ആർജിക്കുക, അതിനെ കുറച്ചും കൂടിയൊക്കെ ഒന്ന് വിറ്റഴിക്കുക, കാശുണ്ടാക്കുക എന്നുള്ളതാണ്. അങ്ങനെ വർഷങ്ങളോളം ഇവരുണ്ടാക്കിയ ഈ കോമിക്കുമായിട്ട് പല പബ്ലിഷേഴ്സിൻ്റെ അടുത്തും എഡിറ്റേഴ്സിൻ്റെ അടുത്തും ഇവർ കയറി ഇറങ്ങി. എന്ന് പറയുന്ന ഒരു 5-8 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു എഡിറ്റർ ഇവരുടെ ഈ കോമിക്ക് വായിക്കുകയും അതിൽ കുറച്ചൊക്കെ തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് അത് പബ്ലിഷ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയും ചെയ്യുന്നത്. ഇതിന് പറയുന്നു ആ ഒരു ജോയുടെയും ജെറിയുടെയും ഒരു 8-9 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഈ ഒരു എഡിറ്റർ പബ്ലിഷ് ചെയ്ത ആ കോമിക്കാണ് പിന്നീട് വേൾഡ് ഫേമസ് ആയിട്ടുള്ള സൂപ്പർമാൻ എന്ന് പറയുന്ന കോമിക്. എന്ന് വെച്ചാൽ എത്രയേ ഉള്ളൂ,
ആ ഒരു കോമിക് അത്രയും ഫേമസ് ആകാൻ വേണ്ടി എത്രയോ വർഷങ്ങളാണ് ഇവർ കാത്തിരുന്നത്, എത്രയോ വാതിലുകളാണ് ഇവർ മുട്ടിയത്, എത്രയോ ആൾക്കാരെടുത്തു പോയിട്ടാണ് ഇവർ റിക്വസ്റ്റ് ചെയ്തത്. ഇപ്പോൾ ഇക്കിഗായ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി, തുടർച്ചയായിട്ടുള്ള പരിശ്രമം. അതത്ര എളുപ്പമല്ല, അത് ഈ ഒരു തമാശ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ഒരു ചെറുപ്പക്കാരൻ പള്ളിയിൽ കയറി പ്രാർത്ഥിക്കാൻ പോയ ചെറുപ്പക്കാരൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാണുന്നത് പള്ളിയുടെ മുറ്റത്ത് വലിയൊരു ബോർഡ് വെച്ചേക്കാണ്, കൈയക്ഷരം നന്നാകാനായിട്ട് നിങ്ങൾ ഈ ഒരു അഡ്രസ്സിൽ മണി ഓർഡർ അയക്കുക. ഈ ചെറുപ്പക്കാരൻ്റെ കൈയക്ഷരം മോശമാണ്. അപ്പോൾ കൈയക്ഷരം മോശമാകുമ്പോൾ അവൻ ചെറുപ്പക്കാരൻ ആ അഡ്രസ്സിലേക്ക് ഒരു 500 രൂപയുടെ മണി ഓർഡർ അയക്കുകയാണ്. മണി ഓർഡർ അയച്ചിട്ട് അവൻ ചെറുപ്പക്കാരൻ എന്തെങ്കിലുമൊക്കെ തിരിച്ചിങ്ങോട്ട് കിട്ടുന്ന പ്രതീക്ഷയെ കാത്തിരിക്കുന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു മറുപടിയില്ല. അപ്പോൾ ചെറുപ്പക്കാരൻ ആ അഡ്രസ്സിലേക്ക് ഒരു കത്തയക്കുന്നു. സാർ, ഞാനിങ്ങനെ കൈയക്ഷരം നന്നാവാനായിട്ട് ഒരു 500 രൂപയുടെ മണി ഓർഡർ ഈ അഡ്രസ്സിലേക്ക് അയച്ചിരുന്നു, താങ്കൾക്കത് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു, എനിക്ക് മറുപടിയൊന്നും കിട്ടിയില്ല, അതുകൊണ്ടാണ് ഈ ലെറ്റർ അയക്കണം എന്നൊക്കെ പറയുന്നു. പക്ഷേ ഒരു മറുപടി എന്നിട്ടും കിട്ടിയില്ല. വീണ്ടും ഒരാഴ്ച കഴിയുമ്പോൾ ഈ ചെറുപ്പക്കാരൻ വീണ്ടും ഒരു ലെറ്റർ അയക്കുന്നു, വീണ്ടും ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും ഒരു ലെറ്റർ അയക്കുന്നു. ഒരു 2.5 മാസം 3 മാസം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് ഒരു കത്ത് വരികയാണ്. അതിലിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ചെറുപ്പക്കാരാ, ഓരോ തവണ നിങ്ങളുടെ കത്ത് എഴുതുമ്പോഴും നിങ്ങളുടെ കൈയക്ഷരം നന്നായിട്ട് വരുന്നുണ്ട്, നിങ്ങൾ വീണ്ടും കത്ത് എഴുതുക, നിങ്ങളുടെ കൈയക്ഷരം കുറേയും കൂടി നന്നായിട്ട് വരും എന്ന്. ഇതൊരു തമാശയാണ്. പക്ഷെ സത്യത്തിൽ ഇതിനൊരു കാര്യമുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മളൊരു കാര്യത്തെക്കുറിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിൽ എക്സ്പെർട്ടായിട്ട് മാറുക. ഇക്കിഗായ് എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് ഒരു കാര്യം നേടിയെടുക്കാനായിട്ട് നമ്മൾ ഇടയ്ക്ക് വെച്ച് നിർത്തി പോകാതെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ആ ലക്ഷ്യം നേടുന്നത് വരെ. അങ്ങനെയാണ് നമ്മൾ എക്സ്പെർട്ട് ആവുക. സാധാരണ പറയും, റോം ഈസ് നോട്ട് ബിൽറ്റ് ഇൻ എ വൺ ഡേ. ഈ റോമൻ നഗരം എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് പണിയപ്പെട്ടതല്ല, എത്രയോ വർഷത്തെ എത്രയോ ആളുകളുടെ പ്രയത്നമാണ്. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ഇമ്മീഡിയറ്റ് റിസൾട്ടിനെ പലപ്പോഴും പ്രതീക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത്. എല്ലാത്തിനും ഒരു സമയമുണ്ട്, ആ സമയം വരെ വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റുക പ്രധാനപ്പെട്ട കാര്യമാണ്. അത് സാധാരണ ഈ ഒരു പുഴു ഒരു പ്യൂപ്പയുടെ ഉള്ളിൽ, കൊക്കുകൊണ്ട് ഉള്ളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിട്ട് അതൊരു ചിത്രശലഭമായിട്ട് പുറത്തു വരാനായിട്ട് ഒരു ടൈമുണ്ട്. ആ ടൈം വരെ കാത്തിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതല്ലാതെ ഒരു കർഷകൻ ആ വഴിയിലൂടെ നടന്നു പോകുന്നുണ്ട്, അയാൾ പെട്ടെന്ന് ഈ പുഴുവിനെ പുറത്തേക്ക് വരാനുള്ള ശ്രമം കണ്ടിട്ട് ആ കൊക്കൂൺ പൊളിച്ച് പുഴുവിനെ പുറത്തെടുക്കുമ്പോൾ പറ്റുന്ന അപകടം എന്താണെന്ന് വെച്ചാൽ പുഴുവായിട്ട് തന്നെ അവശേഷിക്കുന്നു, ചിത്രശലഭമാകുന്നില്ല. അപ്പോൾ ഈ ഒരു നമ്മളിലുള്ള ആ ഒരു എനർജി മുഴുവനായിട്ട് പുറത്തു വരാനായിട്ടും, അല്ലെങ്കിൽ ഒരു ജീവിത സാക്ഷാത്കാരം എന്ന് പറയുന്ന, ജീവിത ലക്ഷ്യം എന്നൊക്കെ പറയുന്ന ഇക്കിഗായ് നേടിയെടുക്കാനായിട്ടും ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രയത്നം നമുക്ക് ആവശ്യമാണ്. അതിനൊരു ഡിസിപ്ലിനറി ലൈഫ് എപ്പോഴും ആവശ്യമാണ്. ഒരു ഡിസിപ്ലിനറി ലൈഫ്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ചിട്ടയായ ജീവിത രീതി. അതാണ് ജപ്പാൻകാർ പറയുന്ന കാര്യം തന്നെ. എൻ്റെ ഭക്ഷണക്രമത്തിലാകട്ടെ, എൻ്റെ വ്യായാമത്തിലാകട്ടെ, എൻ്റെ ഉറക്കത്തിലാകട്ടെ, എൻ്റെ ചിന്താശൈലിയിലാകട്ടെ, എൻ്റെ കൂട്ടുകെട്ടിലാകട്ടെ, ഇതിനൊക്കെ ഞാൻ കീപ്പ് ചെയ്യേണ്ട ഒരു ഡിസിപ്ലിൻ ഉണ്ട്. ആ ഡിസിപ്ലിൻ ഭംഗിയായിട്ട് കീപ്പ് ചെയ്യുമ്പോഴാണ് എൻ്റെ അൾട്ടിമേറ്റ് എയിമായിട്ടുള്ള ഈ ഇക്കിഗായ് എന്ന് പറയുന്ന ആ ഒരു ജീവിത ലക്ഷ്യം സാക്ഷാത്കരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം ഇതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഇക്കിഗായ്, ഒരു ലക്ഷ്യം ഉണ്ടാവുക പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ലക്ഷ്യം നേടിയെടുക്കാനായിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രയത്നം എപ്പോഴും ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് ഒരു ജീവിത ശൈലി, ഒരു ഡിസിപ്ലിനറി ലൈഫ് ഞാൻ ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ എപ്പോഴും ആക്റ്റീവായിട്ട് ഊർജ്ജസ്വലമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് കാര്യങ്ങൾ കുറേയും കൂടിയും സ്ലോവലി ചെയ്യാനായിട്ട്, പെട്ടെന്ന് ധൃതി പിടിച്ച് തിരക്ക് പിടിച്ച് ചെയ്യാതെ കുറച്ചും കൂടിയൊക്കെ സ്ലോവലി ചെയ്യാനായിട്ട്. മൂന്നാമതായിട്ട് നമ്മുടെ ഭക്ഷണക്രമത്തിൽ കുറേയും കൂടിയൊക്കെ ഒരു ക്രമം വരുത്തുവാനായിട്ട്, ഒരു ആർത്തി പിടിച്ച് ചെയ്യുന്നതല്ലാതെ കുറേയും കൂടിയൊക്കെ കുറേശ്ശെ ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ഒരു പരിശീലനം നേടുക. നാലാമത്തത് കുറച്ചും കൂടിയൊക്കെ സുഹൃത്തുക്കളെ നേടിയെടുക്കുക. അതിൻ്റെ കണ്ടിന്യൂഷൻ എന്ന രീതിയിലൊക്കെ കുറേയും കൂടിയൊക്കെ ചിരിച്ചുകൊണ്ട് കാര്യങ്ങൾ നേടുവാനായിട്ട് പറ്റുക എന്നുള്ളത്. ഒപ്പം തന്നെ പ്രകൃതിയുമായിട്ട് കുറച്ചും കൂടിയൊക്കെ രമ്യതപ്പെട്ട് ജീവിക്കാനായിട്ട് പറ്റുക എന്നുള്ളത്. ഒപ്പം തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കാനായിട്ട് പറ്റുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഒരു ഇന്നിലെ ലീവ് ഇൻ ദ പ്രസൻറ്റ്, കഴിഞ്ഞ കാലത്തെ ഒരു സങ്കടങ്ങൾ മറന്നു കളയുക, വരാനിരിക്കുന്ന കാലത്തെ ആകുലതകൾ മറന്നു കളയുക, നേരെ മറിച്ച് ഇന്നിൽ ജീവിക്കാനായിട്ട് പറ്റുക എന്നുള്ളതും. അവസാനമായിട്ട് നമ്മുടെ ഇക്കിഗായെ നിരന്തരമായിട്ട് ഫോളോ ചെയ്യുക. അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് എത്രത്തോളം സമയം, എത്രത്തോളം എനർജി, എത്രത്തോളം എഫർട്ട് ഞാൻ അതിന് ഉപയോഗിക്കേണ്ടതുണ്ടോ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുവാനായിട്ട് പറ്റുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ പറ്റുന്ന കാര്യം, നമ്മൾ ഒരു കാര്യം ആരംഭിച്ചു, ഒരു ആരംഭ ശൂരത്വം എന്നൊക്കെ പറയുന്ന പോലെയാണ്.
ചില കാര്യങ്ങൾ ആരംഭിക്കുന്നു, ഇടയിൽ വെച്ച് അത് ഉപേക്ഷിച്ച് പോകുന്നു, മറ്റൊരു കാര്യം ആരംഭിക്കുന്നു, വീണ്ടും അത് ഇടയിൽ വെച്ച് ഉപേക്ഷിച്ച് പോകുന്നു, വീണ്ടും ചിലത് ആരംഭിക്കുന്നു, പല ബിസിനസ്സുകൾ, പല പഠനങ്ങൾ, പല കോഴ്സുകൾ. നമുക്കൊക്കെ പറ്റുന്നത് ഈ ഇക്കിഗായിനെ ഒരു സ്ഥലത്തേക്ക് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പല കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ പാളിപ്പോകുന്നു. അപ്പോഴൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് അത് നേടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റണം. അതിന് സാധിക്കട്ടെ. താങ്ക് യു.